തങ്ങളുടെ മുന്നണിയിലുള്ള മറ്റ് സംഘടനകളെ തന്നെ കയ്യൂക്കുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന SFIയുടെ സംസ്കാരമല്ല KSUവിൻ്റെതും MSFിൻ്റെതും. KSUവും MSFും തമ്മിൽ പോരടിക്കുന്നതല്ല നമ്മുടെ മുഖ്യമായ അജണ്ട. മറ്റെല്ലാ അസ്വസ്ഥതകളെയും അസ്വാരസ്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് 2026 നടക്കാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്ത് നിന്ന് 10 വർഷക്കാലം ഭരണം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് നമ്മുടെ പൊതു അജണ്ട. മണ്ണാർക്കാട് MES കോളേജിൽ KSUവും MSFും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരസ്പരം പോർവിളികൾ നടത്തുന്നുണ്ട്. പ്രതിഷേധം പല ഘട്ടങ്ങളിലും അതിരുവിട്ടു എന്നുള്ള ഒരു വിലയിരുത്തൽ നേതൃത്വത്തിന് ഉണ്ട് താനും. എന്തായാലും ഇക്കാര്യത്തിൽ നമ്മോടൊപ്പം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ചേരുകയാണ്. ഈ പ്രതിഷേധങ്ങൾ അതിരുവിട്ടു എന്നൊരു തോന്നലുണ്ടോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് KSUവും MSFും ഒറ്റയ്ക്കും മുന്നണി അടിസ്ഥാനത്തിലും നേടാനായത്. വർഷങ്ങളായി SFI അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ വിജയിച്ചു കയറാൻ സാധിച്ചിട്ടുണ്ട്. പേരാമ്പ്ര CKG കോളേജ്, ധീര രക്തസാക്ഷി അറക്കൽ സിജുവിൻ്റെ കോളേജിൽ SFIക്ക് 40 വർഷങ്ങൾക്ക് ശേഷം അവരുടെ സാരഥ്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം വരുന്നുണ്ട്. ഗുരുവായൂരപ്പൻ കോളേജ് SFIയിൽ നിന്ന് തിരിച്ചുപിടിക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ വിജയങ്ങൾക്കിടയിലും ചില ക്യാമ്പസുകളിൽ ഒറ്റപ്പെട്ട ചില അപസ്വരങ്ങൾ, അത് KSUവും MSFും തമ്മിൽ പരസ്പരം ഉണ്ടാകുന്ന ചില അപസ്വരങ്ങളെ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇരു നേതൃത്വങ്ങളും നോക്കിക്കാണുന്നത്. അത് നൂറുകണക്കിന് ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ഒറ്റപ്പെട്ട കോളേജുകളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ പൊതുവൽക്കരിക്കേണ്ടതില്ല, സാമാന്യവൽക്കരിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാടായി ഇന്നലെ ഇരു സംഘടനകളും ഞങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കോളേജുമായി ബന്ധപ്പെട്ടും മറ്റ് 1-2 ചെറിയ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഇരു സംഘടനകളും തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അവിടുത്തെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നടത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതല്ല നമ്മുടെ മുഖ്യ അജണ്ട. KSUവും MSFും തമ്മിൽ പോരടിക്കുന്നതല്ല നമ്മുടെ മുഖ്യമായ അജണ്ട. മറ്റെല്ലാ അസ്വസ്ഥതകളെയും അസ്വാരസ്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് 2026 നടക്കാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്ത് നിന്ന് 10 വർഷക്കാലം ഭരണം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് നമ്മുടെ പൊതു അജണ്ട എന്നൊരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ജനങ്ങളെ വെറുതിയിലാക്കിയ ഒരു സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. എല്ലാ മേഖലകളും തകർച്ചയിലാണ്. വിദ്യാഭ്യാസ മേഖല അതിൻ്റെ തകർച്ചയുടെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും തകർച്ചയിലേക്ക് പോകുന്ന ഈ ദുരന്ത സർക്കാരിനെ താഴെ ഇറക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പൊതു ശത്രു എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൊതു അജണ്ട എന്ന് പറയുന്നത് ഈ സർക്കാരിനെ താഴെ ഇറക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളെല്ലാം പരിഹരിക്കാൻ KSUവിൻ്റെയും MSFിൻ്റെയും നേതൃത്വം മുന്നിട്ടിറങ്ങുന്നത് തന്നെയാണ്. ഈ KSU യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്ന ഒരു സാഹചര്യം എന്താണ്? അല്ല, ഞാനതിൽ സൂചിപ്പിച്ചല്ലോ, ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഈ പരസ്പരം MSFും KSUവും തമ്മിൽ ചെറിയ തരത്തിലുള്ള തർക്കങ്ങളുണ്ട് എന്ന സാഹചര്യത്തിൽ തന്നെ കൃത്യമായ ഇടപെടലുകൾ അവിടുത്തെ ജില്ലാ നേതൃത്വം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ജില്ലാ നേതൃത്വത്തിന് നൽകിയ ഒരു താക്കീതിനെ ഒരു വിരുദ്ധമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു ചെറിയ ഇടപെടലുകൾ ഉണ്ടായി. എന്നിരുന്നാലും ആ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇരു നേതൃത്വങ്ങളും ഞങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായി ജില്ലാ നേതൃത്വം അത്തരത്തിലേക്കുള്ള ഒരു മറ്റൊരു കാര്യം അലോഷി സൂചിപ്പിച്ചവർ തന്നെ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരുമിച്ച് പോരാടുക എന്ന് പറയുമ്പോഴും ഒരു മുന്നണിക്കുള്ളിലുള്ള 2 വിദ്യാർത്ഥി സംഘടനകൾ, ആ വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരം പോർവിളികൾ നടത്തുന്നു. മതേതരത്വം ജയിച്ചു, MSF തോറ്റു എന്ന് KSU പറയുന്നു. അതുപോലെ തന്നെ കോട്ട ഭദ്രം, കോൺഗ്രസ് MLA മാർ ജയിക്കുമെന്ന് കാണേണ്ട തരത്തിലുള്ള ബാനറുകളൊക്കെ MSFും ഉയർത്തുന്നുണ്ട്. അല്ല, ഞാനത് സൂചിപ്പിച്ചല്ലോ, വലിയ രീതിയിലേക്കുള്ള വിജയം സ്വാഭാവികമായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലും മറ്റ് ഇടങ്ങളിലുമെല്ലാം KSUവിനും MSFിനും നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഒറ്റപ്പെട്ട ചില വിഷയങ്ങളെ നമ്മൾ പൊതുവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണെന്ന തരത്തിലേക്ക് പോകുന്നതിൽ, അതിൻ്റെ ചർച്ചകളെ ഡൈവേർട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് KSUവിനോ MSFിനോ താല്പര്യമില്ല എന്ന് അതിൻ്റെ സംസ്ഥാന നേതൃത്വം ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ വിഷയങ്ങളെല്ലാം ബന്ധപ്പെട്ട് അവിടെ പ്രാദേശികമായ ചില അസ്വസ്ഥതകളെ ക്യാമ്പസുകളിൽ KSUവും MSFും തമ്മിലുള്ള വിഷയങ്ങളെയാണ് ഇത്തരത്തിലൊരു പർവ്വതീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് സംഭവങ്ങൾ വന്നത്. അതിനെ വലിയ രീതിയിലേക്ക് മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതും അല്ലെങ്കിൽ വലിയ രീതിയിലേക്കും ആഘോഷിക്കുന്നതും SFI ആണ്. SFI കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ ഈ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി അവർക്ക് യാതൊന്നും സംസാരിക്കാനില്ലാണ്ട് വരുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുമ്പോൾ KSUവിൻ്റെയും MSFിൻ്റെയും ഇടയിൽ ഈ വിഷയത്തെ പർവ്വതീകരിക്കുക എന്ന ഒരു മീഡിയ നറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ചെറിയ തർക്കങ്ങളെ ഞങ്ങൾ അത് പരിഹരിക്കുന്നതാണ്. ഈ വിഷയങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് ഞങ്ങൾ സുവ്യക്തമാക്കിയതാണ്. ഇതിൽ ഞങ്ങളുടെ എല്ലാം പൊതു അജണ്ട എന്ന് പറയുന്നത് 2026 ഈ സർക്കാരിനെ താഴെ ഇറക്കുകയാണ്. ഒരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന അവരുടെ മുന്നണിയിലുള്ള ASFുമായിട്ടുള്ള സമീപനത്തെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതിൽ തരമില്ല. കാരണം വലിയ രീതിയിലേക്കുള്ള ഒരു അപ്രമാദിത്യ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോയി തങ്ങളുടെ മുന്നണിയിലുള്ള മറ്റ് സംഘടന
സംഘടനകളെ തന്നെ കയ്യൂക്കുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന SFIയുടെ സംസ്കാരമല്ല KSUവിൻ്റേതും MSFിൻ്റേതും. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് ഞങ്ങൾ വളരെ ക്ലിയറാണ്, വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ താഴെത്തട്ടുകളിൽ അതിൻ്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സർക്കാരിനെ താഴെ ഇറക്കുക. ഒരു കാര്യം കൂടി, ഈ 2026 പൊതു തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ UDFിൻ്റെ നാവായി മാറേണ്ടുന്ന സംഘടനയാണ് KSUവും MSFും എന്ന കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ 9.5 വർഷക്കാലത്തെ സർക്കാരിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളെ ഞങ്ങൾക്ക് തുറന്നു കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപ് അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ എല്ലാം വലിയ രീതിയിലേക്ക് ഞങ്ങളതിനെ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. തീർച്ചയായും എന്തായാലും ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട് എന്നത് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.